സമസ്തയുടെ ഏറ്റവും ശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടന അത് SKSSF, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 1996 SKSFന് മനോഹരമായ ഒരു കെട്ടിടം കോഴിക്കോട്ടെ കണ്ണായ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന റെയിൽവേ ലിങ്ക് റോഡിൽ SKSFന് ഓഫീസ് പണിയാൻ സാധിച്ചു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് SKSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തറക്കല്ലിടുന്നത്. ഇന്ന് സുപ്രഭാതം കാരവാൻ നിങ്ങളെ കാണിക്കുന്നത് SKSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും അതിലെ സംവിധാനങ്ങളും ഓഫീസ് ക്യാബിനുകളും മറ്റുമൊക്കെയാണ്. അങ്ങനെ നമ്മൾ SKSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയിരിക്കുകയാണ്. SKSFൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇന്ന് ആധുനികമായ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള വിഷ്വൽ സ്റ്റുഡിയോ അടക്കമുള്ള സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ്. പല ക്യാബിനുകൾ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം, അങ്ങനെ തുടങ്ങി പല സംവിധാനങ്ങളും ഇതിനകത്തുണ്ട്. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ സംവിധാനങ്ങളുണ്ട്. 94-6 ഒക്കെ ഈ സംരംഭം തുടക്കം കുറിക്കപ്പെടുമ്പോൾ അന്നൊരു ചെറിയ കെട്ടിടം, അന്നത്തെ കാലത്തെ വലിയ കെട്ടിടം, ഇന്ന് അത് പുനരുദ്ധാരണമൊക്കെ നടന്ന് അതിൻ്റെ വലിയ ഒരു സിസ്റ്റത്തിലേക്ക് ഇത് മാറി. ഈ ഭാഗം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ്. അതിന് തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉള്ളത്. ഇവിടെ നമുക്ക് ജനറൽ സെക്രട്ടറി OP അഷ്റഫ് ഇവിടെയുണ്ട്. അപ്പം അസ്സലാമു അലൈക്കും. നമ്മുടെ കാരവൻ യാത്ര കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ SKSFൻ്റെ ഓഫീസ്, ഈ ഒരു ഓഫീസ് ഇപ്പം പണിയൊക്കെ കഴിച്ചു അല്ലേ? ഓഫീസിൻ്റെ നവീകരണ പ്രവർത്തനം ഇപ്പോൾ അടുത്ത് നടത്തി. അതിൻ്റെ ഇനാഗുറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞു, ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, പക്ഷേ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. നമ്മൾ പിന്നെ ഓഫീസിൻ്റെ കോൺഫറൻസ് ഹാള് ഇപ്പം നമ്മൾ മാറ്റിയാണ്. നേരത്തെ ഇതിനകത്തായിരുന്നു ഓഫീസായിട്ട് വർക്ക് ചെയ്തിരുന്നത്. ഈ കോൺഫറൻസ് ഹാളിനകത്താണ് ഓഫീസ് വർക്ക് ചെയ്തിരുന്നത്. ഓഫീസ് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ നേരത്തെ മീറ്റിംഗ് ഹാളിലേക്ക് മാറ്റി. മീറ്റിംഗ് ഹാൾ ഓഫീസായിട്ട് സംവിധാനിച്ചു. കോൺഫറൻസ് ഹാളായിട്ട് മീറ്റിംഗ് ഹാളും വിത്ത് കോൺഫറൻസ് ഹാളുമായിട്ട് നമ്മളിതിനെ പുതുതായിട്ട് ക്രമീകരിച്ചു. ഇത് മാനേജറുടെ ഓഫീസാണ്. സത്താർ സാഹിബ് കോൺഫറൻസ് ഹാളൊന്നും കാണാം അല്ലേ? അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ? എത്ര പേർക്ക് ഇവിടെ കോൺഫറൻസ് ഒരേ സമയം? സെക്രട്ടേറിയറ്റ് ഒക്കെ വിടുന്നുണ്ടോ? സെക്രട്ടേറിയറ്റ് ഇതിനകത്താണ്. എത്ര പേരാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ? എത്ര പേര്? നമ്മൾ 45 പേരാണ് ഇതിനകത്ത്. ഈ ഏരിയ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം. സാധാരണഗതിയിൽ ഈ സംഘടനകളുടെ ഒക്കെ യോഗമൊക്കെ നടക്കുമ്പം സെക്രട്ടേറിയറ്റ് കോറം തികയാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ പങ്കെടുക്കുക. SKSFൻ്റെ ഒരു സംഘടനാ സെറ്റപ്പിൽ 45 പേരൊക്കെ എപ്പോഴും തികയാറുണ്ടോ? കോറം തികയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ 1-2 പേര് അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളൊക്കെ ലീവ് വരും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാനുഷികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ. അല്ലാതെ SKSFൻ്റെ ഓരോ മീറ്റിങ്ങുകളും 2ാം ശനിയാഴ്ചയാണ് നമ്മൾ നടക്കുക. അത് നേരത്തെ ഫിക്സ്ഡ് എല്ലാ മാസവും നടക്കും. അത് ആർക്കൊഴിവുണ്ടായാലും ഇപ്പം ഞാൻ തന്നെ ഈ ടൈമിൽ ഒരു തവണ ലീവ് വന്നു. പക്ഷേ ഞാനില്ലെങ്കിലും മീറ്റിംഗ് നടക്കും. അത് പ്രസിഡൻ്റായാലും ജനറൽ സെക്രട്ടറി ആയാലും മറ്റു ഭാരവാഹികളാണെങ്കിലും അവരുടെ അസാന്നിധ്യം ഈ മീറ്റിങ്ങിനൊരു മാറ്റിവെക്കാനുള്ള കാരണമായിട്ട് ആ സിസ്റ്റം നടക്കണം കൃത്യമായിട്ട്. അതായത് മാസത്തിൽ നമ്മൾ ചേരുന്നു. കൃത്യമായിട്ട് ഞങ്ങളുടെ 18ഓളം വരുന്ന ഉപവിങ്ങുകളുണ്ട്. ആ വിങ്ങുകളുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. കൃത്യമായി ഒരു സംഘടനയുടെ സിസ്റ്റം അനുസരിച്ച് നടത്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിലെ ജീവനക്കാർ എത്ര പേരുണ്ട്? അതോടൊപ്പം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് സംഘടനാ തലത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഓഫീസ് ജീവനക്കാർ 13 പേരാണ്. 13 പേര് എന്ന് പറയുമ്പോൾ SKSF, അതുപോലെ തന്നെ ഇസ്ലാമിക് സെൻറ്റർ, സത്യധാര, ഇസ, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡിയോ, പിന്നെ ഒപ്പം തന്നെ പ്രീ സ്കൂള്, ട്രെൻഡ് ഉൾപ്പെടെയുള്ള നമ്മുടെ സമിതികൾ, ഇതിനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്ന പിന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റലുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സ്റ്റുഡൻസിന് എത്ര പേരാണ് ഒരേ സമയം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ഡോർമെറ്ററി ആയിരിക്കും അല്ലേ? 100 റൂംസും ഉണ്ട്, ഡോർമെറ്ററിയും ഉണ്ട്. പിന്നെ 120 പേർക്ക് ഒരേ സമയത്ത് ഇതിനകത്ത് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അവരുടെ വാടകയൊക്കെ നമ്മുടെ ഈ ഒരു നടത്തിപ്പ് ഒക്കെ അതിലങ്ങ് പോകും. നമ്മളുടെ പിന്നെ വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമാകുന്ന വിധത്തിൽ അവരുദ്ദേശിക്കുന്ന ഒരു ആംബിയൻസിൽ നിന്നുകൊണ്ട് പഠിച്ച് സഹപ്രവർത്തകരോടൊപ്പം സഹപാഠികളോടൊപ്പം
അവർക്ക് ആവശ്യമാവുന്ന വിഷയങ്ങൾ പഠിക്കാനും ഒപ്പം തന്നെ അവരുടെ ദിനചര്യകളും അതോടൊപ്പം അവരുടെ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റാവുന്ന ഒരവസ്ഥ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ പഠിക്കാൻ വിടുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങൾ, അവരുടെ മറ്റു ധാർമ്മിക നൈതിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾക്ക് ഏറ്റവും ആശ്രയ കേന്ദ്രമാണ് നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിലെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ. അതോടൊപ്പം ഈ ഒരു കെട്ടിടം എനിക്ക് തോന്നുന്നു 94-96 അല്ലേ? 1996 ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. 2001 ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ആഗ്രഹവും ഉസ്താദ് അവറുകൾ തന്നെ നിങ്ങൾക്കൊരു ഓഫീസ് സംവിധാനം വേണം, നിങ്ങൾക്കൊരു സ്വന്തമായൊരു കെട്ടിടം വേണം എന്നത് ശംസുൽ ഉലമയുടെ ആഗ്രഹവും ശംസുൽ ഉലമയുടെ താല്പര്യവുമായിരുന്നു. ശംസുൽ ഉലമ തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതും. ഇപ്പം 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പം SKSF അതിൻ്റെ നെടുന്തൂണാണ്. ഊന്നുവടി എന്നൊക്കെ SYSനെ കുറിച്ചായിരുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് SKSF കുറേ കൂടി സംഘടനാപരമായിട്ട് SYSനേക്കാൾ ശക്തമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. മാത്രമല്ല എല്ലാ രംഗത്തും ഈ സംഘടന ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 വർഷം സമസ്ത പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ SKSFൻ്റെ അല്ലെങ്കിൽ സംസ്ഥയുടെ പോഷക സംഘടനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഘടനയുടെ ഒരു സാരഥി എന്ന നിലയിൽ താങ്കൾ എങ്ങനെയായിരിക്കും സമസ്തയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ? എത്രയും വർഷം, ഒരു 100 വർഷം പിന്നിട്ട് 100ാം വാർഷിക ആഘോഷം നടക്കുന്ന ഒരു സുന്ദരമായ മുഹൂർത്തം. ഇതിൽ ഈ ഒരു ടേമിൽ ജനറൽ സെക്രട്ടറിയായി ഈ സംഘടനയുടെ ഒരു സേവകനായി നിൽക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനം അതിൽ പങ്കാളിയാകുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും അനർഘമായിട്ടുള്ളൊരു നിമിഷമാണ്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബ കിറാമിലൂടെ ലോകത്ത് പ്രചരിപ്പിച്ച വിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ വഴി അത് സംരക്ഷിച്ചു പോരുന്നതിൽ നമ്മുടെ കേരളീയർ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ഈ യഥാർത്ഥമായ ഇസ്ലാമിക പൈതൃകത്തെ തച്ചു തകർക്കാൻ അല്ലെങ്കിൽ അതിനൊരു പുതിയ വേർഷൻ കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. രൂപീകൃത കാലം തൊട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ മറ്റു താല്പര്യങ്ങളൊന്നും ആ രൂപീകരണ കാലത്തോ അതിൻ്റെ നേതൃത്വത്തിൽ വരുന്ന സമയത്തോ അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇലാഹിയായ സംവിധാനം എന്ന് നമ്മുടെ പൂർവ്വ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷം പിന്നിടുന്ന അല്ലെങ്കിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് അടുത്ത ഒരു 100 വർഷത്തേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും. അതിൻ്റെ പ്രഥമഘട്ടം നമുക്കറിയാം, SNEC എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോജക്റ്റാണത്. പക്ഷേ അത് ഏകദേശം 50ഓളം സ്ഥാപനങ്ങളിലായി 5000ഓളം കുട്ടികൾ പഠിച്ചു വളരുന്ന ഒരു വലിയ സംവിധാനം സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ സനാഇയ ബിരുദം നൽകുന്നതോടൊപ്പം തന്നെ ഭൗതിക കലാലയങ്ങളിൽ ഡിഗ്രിയും മറ്റും എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് അതേ ഡിഗ്രിയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുമൊക്കെ അവരുടെ ജീവിത മൂല്യങ്ങൾ, അവരുടെ ഓരോ ദിവസത്തെയും ദിനചര്യകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടും ധാർമ്മികത കാത്തുസൂക്ഷിച്ചുകൊണ്ടും ഭൗതിക കലാലയങ്ങളിലെ പഠനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് മതപരമായി പഠിക്കേണ്ട ആളുകൾക്ക് അതിനുള്ള സംവിധാനവും ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടിയെടുക്കണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം തന്നെ അവരുടേതായ മതപരമായ ചിട്ടകളും അവരുടേതായ മതപരമായ വിശ്വാസ ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് ഒരു നല്ല പൗരനായിട്ട് വളരാൻ പറ്റാവുന്ന ഒരു സംവിധാനം സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സമസ്ത സമർപ്പിച്ചു എങ്കിൽ ഒരു 100 വർഷത്തേക്കുള്ള
പദ്ധതികൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത ഒരു സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. SKSF ഒരു സ്റ്റുഡിയോ ഉണ്ട്, സൈബർ വിങ്. SKSF വളരെ സജീവമായിട്ടുള്ള ഒരു സംവിധാനമാണ് അവർ. ഏതായാലും ഇത് വളരെ മനോഹരമായ ഒരു സ്റ്റുഡിയോ എന്ന് വെച്ചാൽ SKSF എല്ലാ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ സമസ്തയുടെയും സംഘടനകളുടെയും ഒക്കെ പല കാര്യങ്ങളും പുറത്തേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം. സ്റ്റാറ്റസുകളും റീലുകളും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സൈബർ രംഗത്ത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഈ സ്റ്റുഡിയോക്കുള്ള പങ്ക് വളരെ വലുതാണ്. അത്യാവശ്യം ഒരു കാര്യത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ സംവിധാനം, ആളുകൾക്ക് ഇരിക്കാൻ ഒക്കെയുള്ള സംവിധാനം, എഡിറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തോട് കൂടിയിട്ടൊക്കെയാണ് ഈ സ്റ്റുഡിയോയും ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും SKSF ഓഫീസ്, SKSF എന്ന് പറയുന്നത് സമസ്തയുടെ ഏറ്റവും നട്ടെല്ലായിട്ട് നിൽക്കുന്ന യൂണിറ്റ് തലങ്ങളിൽ കൃത്യമായ സംഘടന ബെൽറ്റുകളുള്ള ഒരു വളരെ അതിന് പറയുക, എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ, 2000-ഓളം വരുന്ന വിക്കായുടെ സന്നദ്ധ പ്രവർത്തകർ, ഇവരൊക്കെയുള്ള വലിയൊരു സംവിധാനം. അതിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സമസ്ത കൃത്യമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം SKSF. ആ SKSF സംവിധാനമാണ് നമ്മൾ ഇന്നത്തെ കാരവാൻ യാത്രയിൽ കണ്ടിട്ടുള്ളത്. ഇനി മറ്റൊരു കാഴ്ചയുമായി നമുക്ക് കാണാം. അതുവരെ ബൈ.